നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക BJP കേന്ദ്ര നേതൃത്വം ഉടൻ പുറത്തുവിടുമെന്നാണ് സൂചന. അതാണ് ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയപ്പെടുന്നത്. ഈ മാസം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ, വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് പാർട്ടി കേന്ദ്ര നേതൃത്വം അത്തരത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമന്ത്രി മോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുവാനും അത് മുതലാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അതാണ് ഇനി BJPയുടെ മുൻപിലുള്ളത്. അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് BJPയുടെ അണികളും പോകേണ്ടതുണ്ട്. കേരളത്തിൽ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുവാനും BJPയുടെ നീക്കം നടക്കുന്നുണ്ട്. നിലവിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ സാധ്യതയുള്ള ആറ്റിങ്ങലും, ഈ രണ്ട് നിയോജക മണ്ഡലങ്ങൾ ഒഴികെ സംസ്ഥാനത്തെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ പോലും ഉചിതമായ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാൻ ഇതുവരെയും BJPക്ക് കഴിഞ്ഞിട്ടില്ല. BJPക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടെയാണ് പത്തനംതിട്ടയിൽ ഏറ്റവും വലിയ വാർത്ത വരുന്നത്. നടൻ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അവിടെ രണ്ട് തരത്തിലുള്ള ഒരു സൂചനകളാണ് കിട്ടുന്നത്. പത്തനംതിട്ടയിൽ 3 പേരുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. BJP നേതൃത്വത്തിൻ്റെ മുന്നിലുള്ളത് 3 പേരുകളാണ്. ഇതിലൊന്ന് എന്ന് പറയപ്പെടുന്നത് കുമ്മനം രാജശേഖരൻ്റെ പേരിനാണ് മുൻതൂക്കം കിട്ടുന്നത്. കൂടാതെ കുമ്മനം ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടത്തുന്നുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നടൻ ഉണ്ണി മുകുന്ദൻ, അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഇത് ഈ ചിത്രത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുതിർന്ന സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള പലരും ഇതിനോട് വളരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. BJP നേതൃത്വവും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മാളികപ്പുറം ചിത്രത്തിലൂടെ കരിയർ ബ്രേക്ക് സൃഷ്ടിച്ച ഉണ്ണി മുകുന്ദനെ വേണമെങ്കിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാം. അത്തരത്തിലൊരു സാധ്യത അവിടെ ഉണ്ട്. അത് ഗുണകരമാകുന്ന ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ BJPയിൽ ഉണ്ടാകുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പക്ഷേ ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ, വിവരം തന്നെയാണ് BJP പറയുന്നത്. BJPയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത തള്ളാനാകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിലും സംശയം ഇല്ലാതിരിക്കുന്നു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് PC ജോർജിൻ്റെ ആയിരുന്നു. ആ PC ജോർജ് മിക്കവാറും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായിട്ട് മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഇത്തവണ പക്ഷേ ആര് BJP സ്ഥാനാർത്ഥിയാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായ ചിത്രമില്ല. പത്തനംതിട്ടയിൽ PC ജോർജിൻ്റെ പേര് കൂടി കേൾക്കുന്നുണ്ട് എങ്കിലും അതിന് സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ BJPക്ക് PC ജോർജിനോട് ഒരു തരത്തിലും അടുക്കാൻ കഴിയുന്നില്ല. പകരം അവിടുത്തെ ഉണ്ണി മുകുന്ദൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാകുക, അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ. പകരം മറ്റൊരു പേര് കേൾക്കുന്നത്, അതായത് വനിതാ സംവരണമാണെന്നുണ്ടെങ്കിൽ അവിടെ സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഡോക്ടർ MS സുനിലിൻ്റെ പേര് കൂടി കേൾക്കുന്നുണ്ട്. അവരുടെ സാമൂഹ്യ പ്രവർത്തനം അത് ഗുണകരമാകും പത്തനംതിട്ടയിൽ എന്നാണ് BJPയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമീപനവും സ്വീകരിക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഇത്തവണ ആര് മത്സരിക്കും, ആരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വ്യക്തമായിട്ടൊരു ചിത്രം ഇപ്പോഴും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ശശി തരൂരിനെ നേരിടാൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയേക്കും. വരണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കേന്ദ്ര നേതാക്കളോട് സംസ്ഥാന നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പലരും അത്തരത്തിലുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള S ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെയൊക്കെ പേരുകൾ കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. കാരണം ഒരു VIP മണ്ഡലത്തിന് തക്ക വിധം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ശക്തമായിട്ടുള്ള മത്സരത്തിന് കളമൊരുക്കി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയതിനാൽ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ചിലപ്പോൾ ആദ്യ വെടി മുഴക്കാൻ ആയേ എന്നാണ് ഇപ്പോൾ BJPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ചിത്രം മാറുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ മേൽക്കൈ നേടുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ, അതായത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വളരെ സ്വാധീനമുള്ള മേഖലകളിൽ, ആ മണ്ഡലങ്ങളിൽ നിന്ന് വേണമെങ്കിൽ അനിലിനെ, അതായത് AK ആന്റണിയുടെ മകൻ അനിലിനെ BJP ചിലപ്പോൾ മത്സരിപ്പിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതിൽ ഇടുക്കി, കോട്ടയം സീറ്റുകളോ അല്ലെങ്കിൽ ചാലക്കുടി സീറ്റിലോ ആയിരിക്കും അനിൽ ആന്റണിയെ മത്സരിപ്പിക്കുക. അനിലിനെ പരിഗണിച്ചേക്കുവാനുള്ള
പരിഗണിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഈ മാസത്തോടെ തന്നെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും. അത് പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് കളം നിറയുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുവാൻ BJP മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അനിലിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതിനെ സംബന്ധിച്ചുമുള്ള ഏറ്റവും വേഗത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര നേതൃത്വം കൂടി ഇടപെട്ട് എത്രയും പെട്ടെന്ന് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. 4 മണ്ഡലങ്ങളാണ് ഇത്തവണ BJP പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ആ 4 മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒന്നാമതായിട്ട് തൃശ്ശൂരാണ്, രണ്ടാമത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലമാണ്, പത്തനംതിട്ടയാണ്, തിരുവനന്തപുരമാണ് 4ാമത്. ഇതിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ്റെ പേരിനാണ് മുൻതൂക്കം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുവാൻ BJP കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തിയിരിക്കും. ചിലപ്പോൾ അതൊരു ഞെട്ടലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. BJP അത്തരത്തിലൊരു ഞെട്ടിക്കൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയേക്കാം. പത്തനംതിട്ടയിൽ പൊതുസമ്മതനെയായിരിക്കും BJP പരിഗണിച്ചേക്കുക എന്ന് തന്നെയാണ് സൂചന. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനോ ഉണ്ണി മുകുന്ദനോ മത്സരിച്ചേക്കും. ഇനി ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് കുമ്മനത്തിനുള്ളത് കൊണ്ട് തന്നെ കുമ്മനം മത്സരത്തിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ജനകീയനാകുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. അത് പത്തനംതിട്ടയ്ക്ക് നേട്ടമാകും. അത്തരത്തിൽ ഒരു വിജയം നേടിയെടുക്കുവാൻ കഴിയുന്ന മണ്ഡലം കൂടിയായിരിക്കും പത്തനംതിട്ട എന്നാണ് BJPയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ.